ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഫാഷൻ ഷോ ആണ് കാണാൻ പോകുന്നത്. അത് ഇടുക്കിയിൽ. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നവരാണ്. അപ്പം എൻ്റെ തൊട്ട് സൈഡിലിരിക്കുന്നതാണ് മിസ് കേരള. ഞാൻ ആരാണെന്ന് മനസ്സിലായി, വൈറ്റും ഇട്ടുകൊണ്ടിരുന്ന് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മിസ് കേരള. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഒരുമിച്ച് വന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇന്ന് വന്നതിൻ്റെ അർത്ഥം എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഫാഷൻ ഷോ നടക്കുവാണ്. മഹാറാണി സിൽക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വന്നു, ജസ്റ്റ് ഒന്ന് ഇരുന്നു. അധികം ഇരിക്കാനൊന്നും സമയമില്ല കേട്ടോ. ഇരിക്കുമ്പോഴത്തേക്ക് കോസ്റ്റ്യൂം വരും, പിന്നെ മേക്കപ്പ് വരും, പിന്നെ ഹെയർ സ്റ്റൈൽ വരും, പിന്നെ മെഷർമെൻറ്റ്സ് വരും, പിന്നെ കൊറിയ വരും. അങ്ങനെ എല്ലാവരും വരും. ഇനി മോഡൽസ് ഒരുപാട് പേര് വരാനുണ്ട്. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂംസ്. ഭയങ്കര ഹെവി കോസ്റ്റ്യൂംസ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയതും ഇനി മറ്റുള്ളവർക്ക് കിട്ടാൻ പോകുന്നതും എനിക്ക് കിട്ടാത്തവരുടെ അവസ്ഥയും എല്ലാം കൂടെ കാണിക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ് കണ്ട. അപ്പോൾ കിട്ടാത്തവരിങ്ങനെ വാപളിച്ച് നിൽക്കുന്നുണ്ടാവും. പിന്നെന്താ, ഇനിയും എനിക്ക് കിട്ടാനുണ്ട്. ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുവാണ് എന്ത് കിട്ടുന്നില്ല. ആദ്യത്തെ ഒരു ബ്ലൗസും പ്ലസ് ബ്ലൗസിൻ്റെ കൂടെയുള്ളൊരു സംഭവമാണ്. എന്ത് സംഭവിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ബ്ലൗസിൻ്റെ കൂടെയുള്ളൊരു സാധനം അത്ര തന്നെ. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നെ കാണാം. ഇതിൽ ഓൾറെഡി അവർ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ, ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പം എന്തെങ്കിലും കാരണവശാൽ അത് നമുക്ക് മാച്ച് ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സൈസ് ഓക്കെ ആവുന്നില്ലെങ്കിൽ അവർ ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോസ്റ്റ്യൂം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂം വന്നു. വില കണ്ടോ, നിങ്ങൾ ഞെട്ടും. 20,000 രൂപ. 20 എത്രയാണ്, 1 രൂപ കുറവാന്ന് തോന്നുന്നു 20,000-ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കണ്ടില്ലേ, എൻ്റെ കോസ്റ്റ്യൂം ഇട്ടു. നമ്മൾ ഇട്ടിട്ട് വേണം ഇങ്ങനെ ക്യൂ പാലിച്ച് നിൽക്കാൻ. കാരണം അവർക്ക് കറക്റ്റ് അറിയണം ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ രൂപത്തിൽ വരും എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പം ബാംഗ്ലൂർ മോഡൽസും കേരള മോഡൽസും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു ഫ്രൂട്ട് സലാഡ് മതി എന്ന് പറഞ്ഞു. കേരള മോഡൽസ് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. ജ്യൂസ് ഫ്രൂട്ട് സലാഡും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനത് ക്യാപ്പ് അഴിക്കുന്നേയില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര എന്തോ സംഭവമാണെന്നാണ് ക്യാപ്പ് വെച്ചപ്പോൾ. കാരണം ഞാനിത് വെച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നു അത്രയും വയർ ആർക്കും ഇല്ല, പ്രത്യേകിച്ച് മോഡൽസ് ആയതുകൊണ്ട്. അങ്ങനെ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അത് ഏറ്റവും വലിയ കോമഡി സാരിയാണ്. അപ്പോൾ സ്റ്റേജ് വന്നിട്ട് ഇഷ്ടംപോലെ പൂക്കളാണ്. ഇനി എത്രത്തോളം കാണുമെന്നറിയില്ല. അപ്പം ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. അപ്പോഴത്തേക്ക് എല്ലാ മോഡൽസും ഓടി വന്നു. ഇവരൊക്കെ നിങ്ങൾക്ക് പലരെയും പരിചയം ഉണ്ടാവും, പരിചയം ഇല്ലാത്തവർ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓരോ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. 2 മെയിൽ മോഡൽസാണ് ഇത്തവണ ഞങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെന്താ, പിന്നെ ഈ ഒരു ഗ്രേ കളർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മാവനെ നിങ്ങൾ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ. അപ്പോൾ കൊറിയോഗ്രാഫറും വന്നു, ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ കുറേ വർഷമായിട്ട് അറിയാം. ഇതിലുള്ള എല്ലാവരും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം കേട്ടോ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഇനി നമ്മൾ വന്നിട്ട് എന്താ ഹെയർ ചെയ്യാമെന്ന് ഓർത്തു. കാരണം മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഞാനിങ്ങനെ കൊടുക്കും. അപ്പോൾ അത് വെച്ച് അവർ ചെയ്യും. കോസ്റ്റ്യൂം വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഇങ്ങനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എന്തോന്ന് കാണിച്ചു കൂട്ടിയത്. ഇങ്ങനെയാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഒരു ഡ്രേപ്പിംഗ് ആണിത്. അപ്പോൾ പലരും സാരി പോലെ കാണില്ല, ബ്ലൗസ് പോലെ കാണില്ല, പലതും പലതരത്തിൽ കിടക്കും. ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ എവിടെ പോയാലും അവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രൂപത്തിൽ ഇങ്ങനെ ഇദ്ദേഹം പൊങ്ങി വരും. അപ്പോൾ അവിടെ വന്നപ്പോൾ നിനക്ക് ഇവിടെയോ ഷൂട്ടുണ്ടോ എന്നും പറഞ്ഞ് കയറി വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെയോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കോംബോ ആണ് കേട്ടോ. ഞങ്ങളെപ്പോൾ മേക്കപ്പ് ചെയ്താലും ചിരിച്ച് ഒരു വഴിക്കാവും. അപ്പം ഇദ്ദേഹം ഇങ്ങനെ മേക്കപ്പ് ചെയ്യുവാണ്. കുറേ ബ്രഷും കുറേ മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. കാരണം യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്രഷസ് ആണെങ്കിലും ആ ഒരു മെത്തേഡ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മെയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്ന് കറക്റ്റായിട്ട് പഠിച്ചു വന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെന്താ, ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഇഷ്ടമായെങ്കിൽ മാത്രം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ ഷൂട്ടിലും കഴിഞ്ഞ അതിൻ്റെ റിസൾട്ടും കഴിഞ്ഞ എഡിറ്റിംഗ് നന്നായോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമേ മേക്കപ്പ് ഇടുന്നുള്ളൂ, ഞാൻ മാത്രമേ ഹെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ മാത്രമല്ല കേട്ടോ, വന്ന 10-20 മോഡൽസും 20 സ്ഥലങ്ങളിലായി ഇതേപോലെ മേക്കപ്പും ഹെയറും കോസ്റ്റ്യൂമും പ്രാക്ടീസും എല്ലാം ചെയ്യുന്നുണ്ട്. പലരും പല സ്ഥലത്താണെന്ന് മാത്രം. എനിക്ക് ഒറ്റ കൈയും രണ്ട് കൈയും ഞാനും മാത്രമായതുകൊണ്ട് എനിക്കിവിടെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് വേറെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. ഈ ഒരേ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഏതാണ്ട് നനച്ച് മെനയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ പെർഫെക്ഷനിസ്റ്റാണ്. എന്ത് ചെയ്യുമ്പോഴും ഒരു പെർഫെക്ഷൻ അദ്ദേഹത്തിന് നിർബന്ധമാണ്. അങ്ങനെയാണ് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ബ്ലൗസ് ഡ്രേപ്പിംഗ് ഇഷ്ടമായി. പക്ഷേ സാരി എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയണം. കാരണം സാരിയുടെ കാര്യത്തിൽ ഞാനത്ര ബുദ്ധിമതിയൊന്നും അല്ല. കാരണം സാരി നമുക്ക് പലതരത്തിൽ ഡ്രേപ്പ് ചെയ്യാം. പക്ഷേ ആ ഡ്രേപ്പ് ചെയ്യുന്നത് നന്നായില്ലെങ്കിൽ ആ മോഡൽ തന്നെ കൊളാവും എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതുപോലെ സാരി ഡ്രേപ്പിംഗ് ചെയ്തിട്ടുണ്ട്? നമ്മൾ സാധാരണ കേരള സാരി ഉടുക്കാറുണ്ട്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ, അങ്ങനെ പല സ്റ്റൈലും നമ്മൾ ഡ്രേപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അതേസമയം അതിലുപരി ഒരു വെസ്റ്റേണും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ഞാൻ. അപ്പോൾ ഏതാണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടിയുള്ളത്? ഹെയർ കഴിഞ്ഞു, മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കാരണം ആ സ്റ്റേജിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ലാസ്റ്റ് മൊമെൻറ്റ് പ്രാക്ടീസും കൂടെ വരും. ഏതാണ്ട് ഒരു വിധം മെനക്കായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. കാരണം സാരി എങ്ങനെയുണ്ട്, ബ്ലൗസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനി ഒരു കളർ കണ്ടോ? പീകോക്ക് ഗ്രീൻ ആണോ അറിയില്ല, പീകോക്ക് ബ്ലൂ ആണോ അറിയില്ല. രണ്ടും ഒരു മിക്സഡ് ആയിട്ടുള്ള, അതായത് ഡബിൾ ഷെയ്ഡ്, ഒരു ഷൈനിങ്ങും കൂടെ വരുന്നൊരു സാരിയാണിത്. കാഞ്ചീപുരം എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് സാരിയാണ്. അപ്പം ഈ ഒരു ചേച്ചിയും ഇച്ചിരി പെർഫെക്ഷനിസ്റ്റാണ്. ചേച്ചി ഒരുപാട് സമയം എൻ്റെ ഹെയറിൽ തന്നെ മേക്ക് ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് ചെയ്തിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടു, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഈ ചേച്ചിക്ക് വേണ്ടി ഞാനൊരു ഷൂട്ട്, അതായത് ചേച്ചി മേക്കപ്പ് ചെയ്തു, ചേട്ടൻ മേക്കപ്പ് ചെയ്ത് ചേച്ചി ഹെയർ ചെയ്തു. അപ്പോൾ രണ്ടുപേർക്കും വീഡിയോസ് വേണം. അപ്പം ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. കാരണം അവർക്കും അവരുടെ ഇൻസ്റ്റാ പേജിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ ഒരു ബൈറ്റ് കൊടുക്കണം. അതായത് നമ്മുടെ ഈ മഹാറാണി സിൽക്സിൽ വന്നപ്പം, മഹാറാണി വെഡ്ഡിങ് കളക്ഷനിൽ വന്നപ്പം എന്ത് ഫീൽ ചെയ്തു, കളക്ഷൻ കണ്ടിട്ട് എന്ത് തോന്നി, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ പറയണ്ട, കുറച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ഓടണം. ഈ ഒരു ബെൽറ്റ് ഇതിൻ്റെ കൂടെ മാച്ച് ആകുന്നുണ്ടോ? ഈ ഒരു മോഡലാണ് എനിക്കിഷ്ടമായി. എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവള്. അവളും ഞാനും കുറേ വർഷമായിട്ട് ഒരുമിച്ചുണ്ട്. പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഷോസിൽ കണ്ടിട്ടുള്ളൂ. അവളുടെ ഡ്രേപ്പിംഗ് എങ്ങനെയുണ്ട്? ബ്ലൗസിൻ്റെ ഇടയിൽ കൂടെ സാരി കുത്തിക്കയറ്റി, എൻ്റെ ആണെങ്കിൽ സാരിയുടെ മേലെ കൂടെ ബെൽറ്റ് കുത്തിക്കയറ്റി, അങ്ങനെ പലതും പലയിടത്തും കുത്തിക്കയറ്റി. എന്തൊക്കെയോ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടുണ്ട്. എൻ്റെ ബ്ലൗസ് ആണെങ്കിൽ റോസാപ്പൂ സൂര്യകാന്തിയുടെ സൈസിൽ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ കളർ കോംബോ എങ്ങനെയുണ്ട്? ഈ ഒരു മെറൂണും എനിക്ക് തോന്നുന്നൊരു വൈൻ റെഡ് കളറാണ് ഇത്. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ഇപ്പം എൻ്റെ ഒരു സാരിയുടെ കളറാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ബൈറ്റും കൂടെ എടുത്തു കൊടുത്തതിന് ശേഷം നേരെ പോയത് മഹാറാണി സിൽക്സിൻ്റെ 2ാമത്തെ ഫ്ലോറിലാണ്. അവിടെ ഇതേപോലെ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് വീഡിയോയും ഒരു സൈഡിൽ നിന്ന് ഫോട്ടോയും പലരും എടുക്കുന്നുണ്ടാവും. ആരൊക്കെ എന്തൊക്കെ എടുക്കുന്നു എന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. പലരും പല സൈഡിൽ നിന്നും പല ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് വരും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കും. അവർ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തോളും. അവരുടെ കാര്യം ഓർത്തധികം വെപ്രാളപ്പെടേണ്ട. നമ്മൾ എന്ത് ചെയ്യണം അതിൽ മാത്രം വെപ്രാളപ്പെട്ടാൽ മതി. അവസാനം ഞാൻ പോസ് ചെയ്ത് മടുത്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയാലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോവരുത്, ഇനിയും ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി. അപ്പം ഞാൻ ആലോചിച്ചു, എന്നാൽ ശരി, എന്നാൽ പോകുന്നില്ല.
അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്ത പോസ് തന്നെ റിപ്പീറ്റ് അടിച്ച് അവരെ ബോറടിപ്പിക്കുകയാണ് ഗൈസ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത മോഡൽ പുറകിലിരിക്കുന്നുണ്ട്, വേഗം പോടി അടുത്ത ഞാൻ ചെയ്യട്ടെ എന്ന മട്ടിൽ എൻ്റെ പുറകിൽ മോഡൽസ് നിൽക്കുന്നുണ്ട് ഗൈസ്. കാരണം ഇപ്പോൾ ഒരു മോഡൽ പോസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ലോകത്ത് എവിടെയും കിട്ടാത്ത പോസായിരിക്കും. അപ്പം 20 ക്യാമറമാൻ 20 മോഡലിന് പുറകെ പോകാൻ പറ്റില്ല. 20 പേരും ഒരു മോഡലിൻ്റെ പുറകെ തന്നെ പോകണം. എങ്കിൽ മാത്രമേ എല്ലാ വിഷ്വൽസും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എല്ലാ കോർണറിൽ നിന്നും എടുത്താലല്ലേ എല്ലാ മോഡൽസിൻ്റെയും ബ്യൂട്ടി സൈഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ ഒരു സാരി എനിക്ക് തോന്നുന്നു 3rd ഫ്ലോറിൽ നിന്നും 2nd ഫ്ലോറിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ മെനയായിട്ടുണ്ട്. തിരിഞ്ഞ് നിൽക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തിരിഞ്ഞെന്ന് പറയും. ബാക്കിലത്തെ എല്ലാ വൃത്തികേടും കാണാമായിരുന്നു, പക്ഷെ ഫ്രണ്ടിൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു ഏറെക്കുറെ. കാരണം ഇത്രയും മോഡൽസ് ഒരുമിച്ച് വരുന്നതല്ല. അപ്പോൾ എൻ്റെ ഹീൽസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഹീൽസും ഈ സാരിയും എത്രത്തോളം മാച്ചിങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിന് ബ്ലാക്ക് ഒക്കെയാണ് ചേരുന്നത്, പക്ഷേ അവർക്കൊരു ന്യൂഡ് കളർ മതി എന്ന് നിർബന്ധം പിടിച്ചതിനാലും എൻ്റെ കയ്യിൽ വേറെ കളക്ഷൻസ് ഇല്ലാത്തതിനാലും ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് എന്തായാലും ഹീല് കണ്ടാൽ മതി, അതിന് കളർ എന്താണോ എങ്ങനെയാണോ ഒന്നും അറിയണ്ട, ന്യൂഡായാൽ മതി, ഇത്രയും മാത്രമായിരുന്നു ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ എൻ്റെ പുറകിൽ കുറേ ലെഹങ്കാസ് കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഞാൻ മഹാറാണി സിൽക്സിൽ പറ്റുന്ന വിധത്തിൽ ഇൻഫോം ചെയ്തോളാം. അവർക്ക് ആവശ്യമുണ്ട് ഇവർക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം, അതൊന്നും കുഴപ്പമില്ല. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, വെറുതെ പറയുകയല്ല. ഈ പുറകിലിരിക്കുന്നതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചാണ്. നല്ല ഓഫറും ഉണ്ട്. ഈ ഒരു ന്യൂ ഇയർ സമയത്ത് അവർ ഇഷ്ടംപോലെ ഓഫറിന് ഇത് സെയിൽ ചെയ്യാൻ വെക്കുവാണ്. ഈ മഹാറാണി സിൽക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 4-5 ഫ്ലോറിൽ ഇതിങ്ങനെ വിശാലമായ കാർ പാർക്കിംഗ് പോലെ വിരിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്നെപ്പോലത്തെ ഒരു മോഡലാണെങ്കിൽ ഞാനൊരു സ്ഥലത്ത് പോയി എനിക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എല്ലാം എല്ലായിടത്തും കിട്ടും, അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന ദൃശ്യമാണിത് ഗൈസ്. അപ്പം സ്റ്റെയറൊക്കെ കയറി ഇറങ്ങുക വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളിത് കണ്ടോളൂ. ഞങ്ങളുടെ പ്രഹസനം ഏതാണ്ടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പ്രഹസിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നെക്സ്റ്റ് പ്രശ്നം കണ്ടോളൂ. So shy everyone is. What happened? Come here. Okay, now we'll all join into the frame. Okay? Yeah. അങ്ങനെ ഏതാണ്ട് ഫസ്റ്റ് കോസ്റ്റ്യൂം കഴിഞ്ഞ് 2nd കോസ്റ്റ്യൂമിലേക്ക് കടന്ന്. ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇതാണ് 20,000 രൂപയുടെ കോസ്റ്റ്യൂം. അതിന് മാത്രം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പക്ഷേ കോസ്റ്റ്യൂം അടിപൊളിയാണ്. ആരിട്ടാലും നിങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടേ പോകുന്നു, അത്ര ഗംഭീരമാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ചേരുന്നൊരു കളറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ എവിടുന്ന് കോസ്റ്റ്യൂം ചൂസ് ചെയ്യും, നിങ്ങളുടെ വെഡ്ഡിങ് ഡ്രസ്സ് എവിടുന്ന് സെലക്ട് ചെയ്യും എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കരുത്. ഈ ഓർണമെൻറ്റ്സും ഈ ഒരു കോസ്റ്റ്യൂം ഞാനാണ് സെലക്ട് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു എന്തായാലും ഹെവി, അപ്പം ഇതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ഇതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് തന്നെ പറയണം കേട്ടോ. ബൈ.